ഹായ് ഗൈസ്, എല്ലാവരും എത്തിയല്ലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവിയുടെ സ്റ്റോറി മാർസ് പ്ലാനറ്റിൽ ജനിച്ച ഒരു പയ്യനും ഭൂമിയിൽ ജനിച്ച ഒരു പെണ്ണും. ഇവർ രണ്ടുപേരും തമ്മിൽ പ്രണയം ഉണ്ടാകുന്നു. മാർസിലുള്ള അവന് ഭൂമിക്ക് വരാൻ പറ്റില്ല, കാരണം എർത്തിലുള്ള ഗ്രാവിറ്റി അവന് സെറ്റ് ആവില്ല. അത് മാത്രമല്ലാതെ അവൻ്റെ അച്ഛനെ ഇതുവരെ അവൻ കണ്ടിട്ടില്ല. അവൻ്റെ അച്ഛനാണെങ്കിൽ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. സോ അവൻ്റെ അച്ഛനെ ഇവ മീറ്റ് ചെയ്യുമോ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഇവ മീറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് മൂവിയുടെ ഫുൾ സ്റ്റോറി. സോ വീവേഴ്സ്, എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്തിട്ട് ഫ്രീ ആയി റിലാക്സ് ആയിട്ട് ഇരുന്ന് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിയൽ ഗുഡ് ഫീലിംഗ് കിട്ടുകയുള്ളൂ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവി പീറ്റർ ജെൽസാമോൻ 2017 റിലീസ് ചെയ്ത ദ സ്പേസ് ബിറ്റ്വീൻ ആസ് റൊമാൻറ്റിക് സൈഫൈ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടി ബില്ലിയനിയർ, അയാളുടെ നെയിം നെത്തനിയൽ. അയാളും നാസയും ചേർന്ന് ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ സ്പീച്ച് ചെയ്യുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി, നമ്മളെ കൊണ്ട് എന്തൊരു ഭൂമിയെ നശിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ നശിപ്പിക്കും. ഭൂമിയിലിരുന്ന് കുറച്ച് വെള്ളങ്ങൾ മാത്രമേ ഉള്ളൂ, അതിന് നമുക്ക് സേവ് ചെയ്യാം. അതിനുവേണ്ടി തന്നെ ഞങ്ങൾ ഒരു പുതിയൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മനുഷ്യനെ മാർസിലേക്ക് അയക്കുന്നു. ഓൾറെഡി നമ്മൾ കുറേ പേര് മാർസിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ ലാബ് സഹിതം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് അവിടെ ആരും തന്നെ സ്റ്റേ ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. ബട്ട് ഇവിടെ ഇരുന്ന് പോകുന്നവർ തിരികെ ഭൂമിക്ക് വരില്ല, മാർസിൽ തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. സോ കുറച്ച് വർഷം മാർസിനെ തന്നെ നമ്മൾ ഭൂമിയെ പോലെ എവോൾവ് ചെയ്യണം. എല്ലാ പ്രോബ്ലം അപ്പോൾ സോൾവ് ആവും. സോ മാർസിലേക്ക് ചെല്ലുന്ന ആ 6 പേരും ഇവിടെ വരുന്നത്. അവരുടെ ലീഡർ സാര. ഈ 6 പേരുമാണ് മാർസിലേക്ക് ചെല്ലുന്നത്. ആ 5 പേരുടെ ലീഡർ സാറ എന്ന ഒരു ലേഡിയാണ്. സോ ഈ ഭൂമിയിൽ നിന്നും മാർസിലേക്ക് ചെല്ലാൻ 7-8 മാസം വരെ ആകും. ഈ 6 പേരും ഇവിടെ ഇരുന്ന് പോയാൽ തിരിച്ച് ആർക്കും തന്നെ വരാൻ പറ്റില്ല. മൊത്തമായിട്ട് മാർസിൽ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് എല്ലാത്തിനും റെഡി ആയിട്ടാണ് ഇവർ 6 പേരും വന്നിരിക്കുന്നത്. അവർ ഈ ഭൂമിയിലിരുന്ന് തന്നെ സ്പേസ് ഷിപ്പിൽ പോകുന്നു, യാതൊരു പ്രശ്നമില്ലാതെ. സോ ഭൂമിയുടെ ഗ്രാവിറ്റി ഒക്കെ കടന്ന് ഇവർ മാർസിലേക്ക് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ 2 മാസം കഴിയുന്നു. ഇവരുടെ ലീഡർ സാര അവരിപ്പോൾ വോമിറ്റ് ചെയ്യുന്നു. എന്താണ് പ്രോബ്ലം എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവരിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ഇത് നാസയും അറിയുന്നു. തിരികെ അവരെ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നു. ബട്ട് നെത്തനിയൽ പറയുന്നു തിരികെ അവർ വരണമെങ്കിൽ ഇനി 2 മാസം കൂടിയാകും. അതിനു മുമ്പ് ആ കുഞ്ഞ് ഇനിയും വലുതാകും. ഭൂമിയിൽ ലാൻഡ് ആകുമ്പോൾ തന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരുപാട് കൂടുതലായിരിക്കും. അത് കാരണം സാരായ്ക്ക് അവളുടെ ജീവനെ തന്നെ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അവർ സ്പേസിൽ തന്നെയാണ് ഉള്ളത്. സോ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഭൂമി കമ്പയർ ചെയ്യുമ്പോൾ മാർസിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് അവർക്ക് അവിടെ ലാൻഡ് ചെയ്യാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് അയാൾ പറയുന്നു. നാസ ടീമിലുള്ളവർക്കും ഇത് മനസ്സിലാവും. സോ സാര അവരുടെ ടീമും മാർസിൻ്റെ അടുത്ത് എത്താൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു 6 മാസം കൂടി കഴിയുന്നു. സാറ ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. എങ്ങനെയോ അവർ സക്സസ്ഫുൾ ആയിട്ട് മാർസിലോട്ട് എത്തി. അവിടെയുള്ള ലാബിൽ വെച്ച് സാറായ്ക്ക് പ്രസവം നോക്കുന്നു. അവക്കൊരു ആൺകൊച്ചും ജനിക്കുന്നു. ആ കുട്ടി വളരെ ക്യൂട്ടാണ്. സാറ കയ്യിലെടുത്തോണ്ട് എൻ്റെ കുഞ്ഞ് ഒരുപാട് ക്യൂട്ടാണെന്ന് പറയുമ്പോൾ സാറായ്ക്ക് അവളുടെ ബോഡിക്ക് എന്തോ ഒരു പ്രോബ്ലം. അവിടെയുള്ള എല്ലാവരും രക്ഷിക്കാൻ ട്രൈ ചെയ്യുന്നു. പക്ഷെ സാര അവിടെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഭൂമിയിലിരുന്ന് നെത്താനിയെ കാണുന്നു. ഒരുപാട് വിഷമിക്കുന്നു. ഈ കാര്യമൊന്നും വെളിയിൽ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ പോലും ആ കുഞ്ഞിനെ ഭൂമിക്ക് കൊണ്ടുവന്നാൽ ആ പ്രഷർ താങ്ങാൻ വയ്യാതെ ആ കുട്ടി മരിച്ചു പോകും. സോ ഇതൊരു വലിയ ഇഷ്യൂസ് ആണെന്ന് ഓർത്ത് സാരായ്ക്ക് ജനിച്ച ആ കുഞ്ഞിനെ മാർസിൽ തന്നെ വെച്ച് വളർത്താമെന്ന് അവർ തീരുമാനിക്കുന്നു. ഈ ഒരു കാര്യം ഭൂമിയിലുള്ള ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ ഒരു 16 വർഷം കഴിഞ്ഞ് സാരായ്ക്ക് ജനിച്ച ആ ആൺകൊച്ചും വളർന്നു വലിയവനായി. അവന് കോർലാൻ എന്ന പേരും ഇടുന്നു. ഈ കോർലൻ ഒരുപാട് ഇൻ്റലിജൻ്റ് ആണ്. എല്ലാ സിസ്റ്റത്തിനും വളരെ പെട്ടെന്ന് തന്നെ ഹാക്ക് ചെയ്യും. അതോടൊപ്പം മാർസിൽ അവനൊരു റോബോട്ട് ഉണ്ട്. റോബോട്ടിൻ്റെ നെയിം സെൻഡർ. ഹേയ് സെൻഡർ, എനിക്ക് ഈ സ്ഥലത്തിൻ്റെ മാപ്പ് വേണം. ഓക്കെ കോർലൻ, നിങ്ങൾക്ക് എന്തിനാണ് മാപ്പ് വേണ്ടത്? എൻ്റെ റൂമിലുള്ള വെൻറ്റ് വഴി എനിക്ക് സ്റ്റോറേജ് ഫെസിലിറ്റിക്ക് പോകണം. മര്യാദയ്ക്ക് മാപ്പ് തരാൻ നോക്കാം. ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് നിർത്തും. ആവശ്യമില്ലാതെയോ കോർലൻ, ഞാൻ നിന്റെ ഫ്രണ്ടാണ്. തിരിക്കാതെ സെൻഡർ, മാപ്പ് തരാൻ പറ്റുമോ ഇല്ലയോ? നോ, നെവർ, തരാൻ പറ്റത്തില്ല. നീ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. നിന്റെ തലയെ ഞാൻ പറിച്ചെടുക്കാന്ന് പറഞ്ഞ് കോർലൻ റോബോട്ടിന്റെ ഹെഡ് എടുത്തിട്ട് അതിനകത്തുള്ള ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യും. അതിലൊരു വീഡിയോ പ്ലേ ചെയ്തിട്ട് നെത്താനിയൽ സംസാരിക്കുന്നു. അവരുടെ ടീമും ഒക്കെ ഇൻട്രോ തരുന്നു. ആ വീഡിയോ ഒക്കെ കോർലൻ കാണുന്നു. അതിൽ സേറയുണ്ട്, അതായത് കോർലൻ്റെ അമ്മ. ഹേയ്, ഇതെൻ്റെ അമ്മയല്ലേ? അമ്മേ, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് കോർലൻ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നു. ഈ സ്ഥലത്തിൽ, അതായത് മാർസിൽ, കോർലാൻഡിനെ വളർത്തുന്നത് കെൻട്രിയ എന്ന ഒരു ലേഡിയാണ്. സ്വന്തം അമ്മയെ പോലെ. അവർക്ക് കോർലാനെ കുറിച്ച് നന്നായി അറിയാം. എന്തോരം ക്രിമിനലായിട്ട് അവൻ ആലോചിക്കുന്നും കൂടി. പക്ഷെ കോർലാൻ ഇവരൊക്കെ പറ്റിച്ച് എല്ലാ സിസ്റ്റത്തിനെയും ഹാക്ക് ചെയ്യും.
ഈ കോറൻ ജനിക്കുന്ന മുമ്പ് മരിച്ചുപോയ അവൻ്റെ അമ്മ സാര അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അവരുടെ തിങ്സ് ഉള്ള സ്ഥലത്തിലോട്ട് കോർലൻ പോകും. ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള സ്ഥലമാണ്, എന്നാലും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് കോർലൻ അവൻ്റെ അമ്മയുടെ തിങ്സ് എല്ലാം എടുത്തുകൊണ്ട് തിരികെ വരുന്നു. ഒത്തിരി പഴക്കമുള്ള ഒരു റിങ്ങും ഉണ്ട്, അതോടൊപ്പം ഒരു പെൻ ഡ്രൈവറും ഉണ്ട്. ആ പെൻ ഡ്രൈവർ സിസ്റ്റത്തെ അപ്ലോഡ് ചെയ്ത് നോക്കും. സാർ മുഖത്തിൽ കുറേ സന്തോഷത്തോടെ ആളുടെ കൂടെ ഒരുപാട് ക്ലോസ് ആയി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അത് കോർലൻ കാണുന്നു. അമ്മയുടെ കൂടെ ഉള്ളത് എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കും, അപ്പോൾ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, അച്ഛൻ ഭൂമിയിൽ തന്നെ ആയിരിക്കുമെന്ന് കോർലൻ്റെ മനസ്സിൽ തോന്നുന്നു. സാറയുടെ കൂടെയുള്ള ആ ഒരു പേഴ്സന്റെ ബിഗ് പ്രിന്റ് എടുത്ത് വെക്കുന്നു. ഈ കോർലനെ സംബന്ധിച്ചോളം ഭൂമി ഒരുപാട് മനോഹരമാണ്. ആ ഭൂമിയിൽ തന്നെ കോർലന് ഒരു ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ഉണ്ട്, അവളുടെ പേര് തുൾസ. ഡെയിലി ഒരു 30 തവണയിലും അവളുടെ കൂടെ ചാറ്റിംഗ് വീഡിയോ കോൾ ചെയ്യാതെ കോർലൻ ഇരിക്കുകയില്ല. ഈ തുൾസ ഭൂമിയിൽ അമേരിക്കയിലാണ് ഉള്ളത്, കോർലൻ ഇവിടെ മാർസിലാണ് ഉള്ളത്. ഇവൻ മാർസിലുള്ള കാര്യം ഭൂമിയിൽ ആർക്കും തന്നെ അറിയില്ല, നാസ കഴിഞ്ഞ്. നാസയ്ക്ക് പോലും അറിയാതെ ഭൂമിയിലെ ഒരു പെണ്ണിനോടാണ് കോർലൻ ചാറ്റ് ചെയ്യുന്നതെന്ന് ആർക്കും തന്നെ അറിയില്ല. അതുപോലെ തന്നെയാണ് തുൾസയ്ക്കും. കോർലൻ മാർസിലാണ് ഉള്ളതെന്ന് തുൾസയ്ക്ക് അറിയില്ല. ഹേയ് കോർലൻ, നിനക്ക് സുഖം തന്നെയല്ലേ? ഹായ് തുൾസ, ഐ എം ഫൈൻ. നിനക്ക് സുഖം തന്നെയല്ലേ? ഹാ ഹോളൻഡ്, എനിക്ക് സുഖം തന്നെയാണ്. നമുക്ക് ഡേറ്റിംഗ് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് എന്നോടൊപ്പം വരാൻ പറ്റുമോ? അത് സോറി തുൾസ, എനിക്ക് വരാൻ പറ്റത്തില്ല. എനിക്കൊരു ഡിസീസ് ഉണ്ട്, അത് കാരണം എനിക്ക് പുറത്തോട്ടൊന്നും വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്? തുൾസ, കൺഫേം ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. എൻ്റെ ഡിസീസൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ. ഇതുപോലെ തന്നെ കോർലൻ മാർസിലല്ല ഭൂമിയിലാണ് ഉള്ളത് എന്ന പോലെ തുൾസയ്ക്ക് എന്നും ചാറ്റ് ചെയ്യും. അങ്ങനെ കോർലൻ്റെ ചിന്ത മൊത്തം ഭൂമിയിലാണ്, അവൻ്റെ അച്ഛനെ കുറിച്ചും. ഈ തുൾസയ്ക്ക് ഒരു ബൈക്കുണ്ട്, എല്ലാ ബോയ്സിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ചാട കളിച്ച് സ്പീഡിൽ പോകും ബൈക്കിൽ. അത് മാത്രമല്ല അവൾക്ക് സ്വന്തമായി ഒരു എയറോപ്ലെയിൻ ഉണ്ട്. ഇവിടെ മാർസിൽ 16 വർഷം മുമ്പ് മരിച്ചുപോയ സെരേന അടക്കിയ സ്ഥലമുണ്ട്, അത് പോയി കാണാമെന്ന് കോർലനും തോന്നും. പക്ഷെ അവന് പോയി കാണാൻ പെർമിഷൻ ഇല്ല. എന്നാലും സ്പേസ് ഷൂട്ടൊക്കെ ഇട്ടിട്ട് കോർലൻ അവൻ്റെ അമ്മയെ അടക്കിയ ആ സ്ഥലത്തോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് അമ്മേ, എനിക്ക് ഭൂമിക്ക് പോകണം, അച്ഛനെ എനിക്ക് കാണണം. തുൾസ എന്നൊരു പെണ്ണിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവളോട് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം അമ്മ എന്ന് പറയുന്നു. അതിനുശേഷം റോയൽ ബേസിൽ പോകാൻ ട്രൈ ചെയ്യുമ്പോൾ കൺട്രോൾ മിസ്സാകുന്നു, ചെറിയ ആക്സിഡന്റ് പറ്റുന്നു. അവൻ്റെ സൂട്ടിലുള്ള ഓക്സിജൻ പൈപ്പൊക്കെ കട്ടാകുന്നു. ആ സമയത്തിൽ തന്നെ അവിടെ കെൻട്രിയ വരുന്നു. കറക്റ്റ് സമയത്തിൽ കോർലനെ രക്ഷിക്കുന്നു. കോർലൻ, നിനക്കിത് എന്ത് പറ്റി? നീ പുറത്തോട്ടൊന്നും പോകരുത്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? പുറത്തല്ല എൻ്റെ അമ്മയുള്ളത്, എനിക്ക് അതുപോലും കാണാൻ പൊക്കൂടെ? കോർലൻ, അവിടെ ഒന്നും നിന്റെ അമ്മയല്ല, ഞങ്ങൾ ചുമ്മാ ഒരു മെറ്റൽ പീസാണ് അവിടെ കുഴിച്ചു വെച്ചിട്ടുള്ളത്. നിന്റെ അമ്മയുടെ അസ്ഥി ഞങ്ങൾ ഭൂമിയിൽ പസഫിക് ഓഷനിൽ തന്നെ അത് എറേസ് ചെയ്തു. പ്ലീസ്, ഇനി ഒരു തവണ കൂടി നീ ഇങ്ങനെ ചെയ്യരുത്. ഓളൻഡും ആ ശരി, ഞാൻ ഇനി ആവർത്തിക്കില്ല എന്ന് ദേഷ്യത്തോട് പറയും. ശേഷം ഭൂമിയിൽ നാസ നെത്താനിയലോട് മാർസിൽ ജനിച്ച ആ കുട്ടി അവനെ ഭൂമിക്ക് വരരുത് അന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ? അവന് ഇപ്പോൾ 16 വയസ്സ് ആയില്ലേ, ഇപ്പോൾ അവനെ ഭൂമിക്ക് കൊണ്ടുവരാമെന്ന് നെത്താനിയലോട് പറയുന്നു. നെത്താനിയലും അതിന് സമ്മതിക്കുന്നു, ഭൂമിക്ക് കോർലൻഡിനെ കൊണ്ടുവരാമെന്ന്. കോർലൻ കുഞ്ഞിലെ മുതലേ മാർസിൽ തന്നെയാണ് ഉള്ളത്, അവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കുറവായിരിക്കും, ഭൂമിയിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് കോർലൻ്റെ ബോൺ ഒരുപാട് പെട്ടെന്ന് തന്നെ ഓടിയാൻ ചാൻസ് ഉണ്ട്. അത് കാരണം അവന് കുറെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നു, ഡെയിലി ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നു. ഭൂമിക്ക് വരാൻ അവൻ റെഡിയാകുന്നു. ആ ഗ്യാപ്പിൽ തുൾസയ്ക്കും സന്തോഷത്തോടെ ചാറ്റ് ചെയ്യുന്നു. തുൾസ, നിനക്കൊരു ഗുഡ് ന്യൂസ്, എൻ്റെ ഡിസീസിന് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. ഇനി കുറച്ച് ദിവസങ്ങളിനുള്ളിൽ നമ്മൾ കാണും, ഒരുപാട് പെട്ടെന്ന് തന്നെ അത് തീരും. ഉറപ്പായും നിന്നെ കാണാൻ വരുമെന്ന് ചാറ്റിൽ പറയുന്നു. ഞാനും നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഒരുപാട് ദിവസങ്ങൾ വെയിറ്റ് ചെയ്തത് എന്ന് തുൾസയും പറയുന്നു. ഇങ്ങനെ കോർലൻ ഭൂമിക്ക് വരാൻ തുടങ്ങുന്നു. ഭൂമിക്ക് വരാൻ 7 മാസമാകും. ആ ഗ്യാപ്പിൽ കെൻട്രിയയോട് കോർലൻ ചോദിക്കുന്നു, കെൻട്രിയ, എൻ്റെ അമ്മ മാർസിൽ വെച്ച് തന്നെയല്ല മരണപ്പെട്ടത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഭൂമിയിൽ തന്നെയല്ലേ ഉള്ളത്, നിങ്ങൾക്ക് അച്ഛനെ കുറിച്ച് എന്തെങ്കിലും അറിയൂ? ഐ എം സോറി കോർലൻ, എനിക്കറിയില്ല. എനിക്ക് മാത്രമല്ല സാരനെ കുറിച്ച് വേറെ ആർക്കും തന്നെ അങ്ങനെ വലുതായിട്ട് അറിയില്ല. ഓക്കെ, എന്തായാലും ഭൂമിക്ക് ചെന്നതിന് ശേഷം ഞാൻ എൻ്റെ അച്ഛനെ കണ്ടെത്തിക്കോളാം എന്ന് പറയുന്നു. ഫൈനലി അവർ ഭൂമിക്ക് ലാൻഡ് ആകുന്നു. മാർസ് ഫുള്ളും എപ്പോഴും റെഡ് കളറാണ്, അതോടൊപ്പം കുറച്ച് ലൈറ്റും കുറവായിരിക്കും. എന്നാൽ ഭൂമി തിരിച്ചാണ്. അതുകൊണ്ട് കോർലൻ ഒരു സൺഗ്ലാസ് ഇടുന്നു. കോർലൻ ഫസ്റ്റ് ടൈം ഭൂമിയെ നോക്കുമ്പോൾ അത് അത്രയ്ക്കും ഭംഗിയാണ്, അത് ഒരുപാട് അവന് ഇഷ്ടപ്പെടുന്നു. ഇത് തന്നെ ആയാലും മാർസിലും ഭൂമിയിലും കോർലന് ഒരേപോലെ തന്നെയാണ്, കാരണം അവനെ ഒരു റൂമിൽ തന്നെയാണ് ഇടുന്നത്. കോർലാൻഡിനെ ഫുള്ളായിട്ട് അവർ ചെക്ക് ചെയ്യുന്നു, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അതിനുശേഷം കോർലാൻഡിനെ കാണാൻ വേണ്ടി നെത്താനിയൽ വരുന്നു. നെത്താനിയൽ മാർസിനെ കുറിച്ച് ചോദിക്കുന്നു, കോർലൻ എർത്തിനെ കുറിച്ച് ചോദിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. കോർലൻ നെത്താനിയലോട് ചോദിക്കുന്നു, ശരി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എന്നെ പുറത്തോട്ട് വിടില്ല. പക്ഷെ നെത്താനിയൽ അവനെ പുറത്തോട്ട് പോകാൻ അലോ ചെയ്യുന്നില്ല. അത് കാരണം കോർലന് ദേഷ്യം വരുന്നു. അവിടെയുള്ള ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഓപ്പൺ ചെയ്ത് വിടുന്നു. അവിടെയുള്ള ഫയറിംഗ് അലാർംസ് ഒക്കെ അടിക്കുന്നു. നാസയുടെ ടീമിലുള്ള എല്ലാവരും ഓടി വരുന്നു.
അവിടെ പഠനത്തിന് വേണ്ടി കുറച്ച് സ്റ്റുഡൻസ് വന്നിരിക്കുന്നു. അവരുടെ കൂടെ തന്നെ നൈസായിട്ട് സ്റ്റുഡന്റ് പോലെ ഇറങ്ങിപ്പോന്നു. എങ്ങനെയോ ഒരു വണ്ടി കയറി അവിടെ ഇരുന്ന് രക്ഷപ്പെടുന്നു കോർലാൻഡ്. ഈ കാര്യം നെഥാനിയേൽ അറിയുന്നു. കോർലാൻഡിനെ തിരിയാൻ കുറെ പേരെ പറഞ്ഞയക്കുന്നു. കൂടെ അയാളും പോകുന്നു. കോർലാൻഡ് എങ്ങനെയോ അവിടെ ഇരുന്ന് പുറത്തു വന്നു. അവൻ റോട്ടിൽ വന്നിട്ട് ജമ്പ് ചെയ്ത് നോക്കുക. മാർസിൽ ജമ്പ് ചെയ്താൽ ഒത്തിരി ഹൈറ്റിൽ തന്നെ പോകും. ഇവിടെ അങ്ങനെയല്ല. അതോടെ കോർലാൻഡിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇതിന് എല്ലാത്തിനും കാരണം ഗ്രാവിറ്റിയാണ്. കോർലാൻഡിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ അവൻ നടന്നു പോകാൻ നേരത്ത് അവിടെ ഒരു ബോൺഫയർ കാണുന്നു. ഹേയ്, ഇത് തീയല്ലേ? ഇത് ഇത്ര ഹീറ്റ് കാണും? വാവ്, ഇത് സൂപ്പറാണ്. മോനെ, നീ എന്നെ കഞ്ചാവാണോ? മോനെ, നിന്റെ ക്ലാസ് കൊള്ളാം. എൻ്റെ എടുത്തിട്ട് നിന്റെ എനിക്ക് താന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ക്ലാസ് ചേഞ്ച് ചെയ്യും. കോർലാൻഡിന് അവൻ്റെ അച്ഛനെ കണ്ടെത്തണം. ഭൂമിയിൽ അവനെ സഹായിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് തുൾസ. ഈ കോർലാൻഡ് ഇനി തുൾസനെ അന്വേഷിച്ചാണ് പോകുന്നത്. അങ്ങനെ ആ സിറ്റി വഴി പോകാൻ നേരത്തെ നല്ല മഴ പെയ്യുന്നു. കോർലാൻഡ് അത്രയ്ക്ക് സന്തോഷത്തോടെയാണ് നനയുന്നത്. എൻ്റെ പിറ്റേ ദിവസം ബസ്സിലും കയറുന്നു. ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് തുൾസ പഠിക്കുന്ന ആ സ്കൂളിലേക്ക് പോകുന്നു കോർലാൻഡ്. എങ്ങനെയോ കോർലാൻഡ് തുൾസനെ കാണുന്നു. ഹേയ് തുൾസ, ഞാൻ കോർലാൻഡ്, എന്നെ മനസ്സിലായോ? തുൾസ ഓർക്കപ്പുറത്ത് ഒറ്റ അടി അടിക്കുന്നു. കോർലാൻഡിന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്നെ കൊല്ലാതെ വിട്ടല്ലോ, അതിന് നീ സന്തോഷിക്ക്. 7 മാസമായിട്ട് ഞാൻ നിനക്ക് കോൾ ചാറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, നീ എനിക്ക് ഒന്നിനും തന്നെ റീപ്ലൈ തന്നില്ല. തുൾസ, ഐ എം സോറി, ഞാനൊരു ട്രിപ്പിലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കോണ്ടാക്ട് പോലും ചെയ്യാൻ പറ്റാത്തത്. ഞാനിപ്പോൾ നിന്റെ അടുത്തുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പിണങ്ങുന്നത്? കോർലാൻഡ്, നീ എന്നെക്കാളും ഹൈറ്റ് കുറവായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ഹൈറ്റുള്ള ഹൈസിനെ തന്നെ കിട്ടുള്ളൂ. ശരി, അത് പോട്ടെ, നീ എന്തിനാ ഇങ്ങനെ നടക്കും? ഈ ഗ്രാവിറ്റി, എർത്ത് ഗ്രാവിറ്റി ഒരുപാട് കൂടുതലായിട്ടുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. കോർലാൻഡ് ചുമ്മാ ഇരുന്ന് ചാളി അടിക്കാതെ, ഇരുന്ന് പൊട്ടത്തരം പറയാതെ നീ ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരാമെന്ന് തുൾസയും പറഞ്ഞു പോകും. കോർലാൻഡ് തുൾസയുടെ പുറയിൽ പോകുന്നു. ക്ലാസ്സിലും കയറും. മോനെ, നീ ഏതാ? ന്യൂ അഡ്മിഷൻ ആണ്? യെസ് മാം. ഞാൻ ന്യൂ അഡ്മിഷൻ ആണ്. ഓ ഓക്കെ, എന്നാൽ പോയി ഇരുന്നോളെന്ന് മാമും പറയും. എന്നോട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതല്ലേ. സോ ഇനി ടീച്ചർ എഡീസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അവിടെയുള്ള ആർക്കും തന്നെ അറിയില്ല. ഈ കോർലാൻഡ് അതിന് ആൻസർ പറയുന്നു. അവിടെയുള്ള എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു. കോർലാൻഡിനെ ഹാൻഡ് വാഷ് ചെയ്യണം, അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും അറിയില്ല. വെള്ളം മൊത്തം കോർലാൻഡിന്റെ ദേഹത്ത് തെറിക്കുന്നു. അവിടെയുള്ള എല്ലാവരും കളിയൊക്കെ ചിരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തുൾസ കോർലാൻഡിന് ചോദിക്കും, ഈ കാണിക്കുന്ന രീതിയൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അല്ല, നീ എവിടെ നിന്നാണ് വരുന്നത്? തുൾസ, എനിക്ക് നിന്നോട് കള്ളം പറയണമെന്നൊന്നുമില്ല, ഞാൻ മാർസ് പ്ലാനറ്റ് ഇരുന്നാണ് വരുന്നത്. ഓ, മാർസിലിരുന്നാണോ? എൻ്റെ വീട് അവിടെ അടുത്താണ്, ജൂപ്പിറ്റർ. തുൾസ, ഇതെൻ്റെ അമ്മയും അച്ഛനുമാണ്. അച്ഛൻ എനിക്ക് കാണണം, നീ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ തുൾസയും ഓക്കെ എന്ന് പറയുന്നു. തുൾസയുടെ ബൈക്കിൽ അവർ രണ്ടുപേരും തുൾസയുടെ വീട്ടിലേക്ക് പോകുന്നു. ഈ കോർലാൻഡ് തുൾസയായിട്ട് ഭൂമിയിൽ കോണ്ടാക്റ്റുള്ള കാര്യം നെഥാനിയേൽ എങ്ങനെയോ അറിയുന്നു. അത് ട്രേസ് ചെയ്ത് തുൾസയുടെ വീട്ടിലേക്ക് അവർ വന്നിരിക്കുന്നു. കോർലാൻഡ്, ഞങ്ങൾ പറയുന്ന അനുസരിക്ക്, നീ ഒരുപാട് ആപത്തിലാണ്, പ്ലീസ് ഞങ്ങളുടെ കൂടെ വന്നേക്ക്. പ്ലീസ് നെഥാനിയേൽ, എന്നെ ഒന്ന് വിട്, ഞാൻ എൻ്റെ അച്ഛനെ കാണാതെ എങ്ങോട്ടും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പോകുന്നു. പുറയിൽ നെഥാനിയേലും കെൻഡ്രിയും അവനെ പിടിക്കാൻ വേണ്ടി പോകും. കോർലാൻഡിനെ അവർ പിടിക്കുന്ന മുമ്പ് ആ ടൈമിൽ തുൾസയ്ക്ക് എയറോപ്ലെയിൻ ഉണ്ടല്ലോ, അത് എടുത്തുകൊണ്ട് ഓടിയത് മതിയടാ, വന്ന് കയറി എന്ന് പറയുമ്പോൾ കോർലാൻഡും കയറുന്നു. അങ്ങനെ അവർ രണ്ടുപേരും എയറോപ്ലെയിനിൽ കയറി പറന്ന് രക്ഷപ്പെടുന്നു. അവരുടെ പുറകിൽ തന്നെ ഹെലികോപ്റ്ററിൽ നെഥാനിയേലും വരുന്നു. ഈ എർത്തിന്റെ അതിമനോഹരമായിട്ടുള്ള വ്യൂവിനെ കോർലാൻഡ് കാണുന്നു. ഒരുപാട് സന്തോഷിക്കുന്നു. ഹേ കോർലാൻഡ്, ഒരുപാട് അങ്ങ് സന്തോഷിക്കണ്ട, ഫ്യൂളില്ല, തീരാറായി, നമ്മളിപ്പോൾ താഴെ വീഴുമെന്ന് പറഞ്ഞ് ആ എയറോപ്ലെയിൻ പതിയെ താഴേക്ക് വരുന്നു. എങ്ങനെയോ തുൾസ സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്യുന്നു. എന്നാലും എയറോപ്ലെയിൻ നീക്കുന്നില്ല, അത് തന്നെ നിന്നാലും. തുൾസ, നിനക്കൊക്കെ ആരുടെ ലൈസൻസ് എന്നേ? ബ്രേക്ക് ഇട് എന്ന് പറയുമ്പോൾ തുൾസ പറയുന്നു, ബ്രേക്ക് ഉണ്ടല്ലേ, ഇത് തന്നെ നിന്നാലേ ഉള്ളൂ, ആ നമുക്ക് ചാടാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ചാടുന്നു. ആ എയറോപ്ലെയിൻ ഒരു ഫീൽഡും തകർത്ത് അവിടെ ബ്ലാസ്റ്റ് ആകുന്നു. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഓടിപ്പോകുന്നു. ഡാനിയേലും അയാളുടെ ടീമും ബ്ലാസ്റ്റ് ആയ ആ സ്പോട്ടിൽ എന്തെങ്കിലും ബോഡി ഉണ്ടെന്ന് നോക്കുന്നു. അവിടെ യാതൊരു ഡെഡ് ബോഡിയും. ഇങ്ങനെയാണെങ്കിൽ അവർ മരിച്ചിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. തുൾസയും കോർലാൻഡും ഒരു കാർ എടുത്തുകൊണ്ട് കോർലാൻഡിന്റെ അച്ഛനെ കാണാൻ പോകുന്നു. തുൾസ കോർലാൻഡിനോട് ചോദിക്കുവാണ്, നിന്റെ അമ്മ എങ്ങനെയാണ് മരിച്ചു പോയത്? മാർസിൽ വരുന്ന മുമ്പ് തന്നെ അമ്മ പ്രഗ്നന്റ് ആയിരുന്നു, എന്നെ അവിടെ വെച്ച് തന്നെ പ്രസവിച്ചു. അപ്പോൾ തന്നെയാണ് അമ്മ മരണപ്പെട്ടത്. തുൾസയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നു. മാർസ് എപ്പോ നോക്കിയാലും മാർസ് എന്ന് പറഞ്ഞ് വണ്ടി ഒരു സൈഡിലേക്ക് ചേർക്കുന്നു. കോർലാൻഡ്, മര്യാദയ്ക്ക് വണ്ടി ഇരുന്ന് ഇറങ്ങും. കോർലാൻഡ് പുറത്തിറങ്ങിയിട്ട് ചോദിക്കുന്നു, തുൾസ, നിനക്ക് എന്ത് പറ്റി? ആദ്യം നീ കള്ളം പറഞ്ഞു നിർത്ത്, നീ പറയുന്ന മൊത്തം ലോകത്തള്ളാണ്, ആരേലും മാർസിൽ ജനിക്കൂ? തുൾസ, ഞാൻ പറയുന്നതല്ല, സത്യമാണ്. അപ്പൊ നിനക്ക് ഡിസീസ് ഉണ്ടെന്ന് പറഞ്ഞോ? അത് കള്ളമാണ്. എന്തേലും ആവട്ടെ, ഇനി ഒരിക്കൽ കൂടി നിന്റെ വായിരുന്ന് കള്ളത്തരം വരില്ല. അത് മാത്രമല്ല, ഇനി മാർസ് എന്നൊരു വാക്ക് പോലും നിന്റെ വായിരുന്ന് വരരുത്. തുൾസ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് വണ്ടി കയറിയിരിക്കും. സോറി, ഇനി കള്ളം പറയത്തില്ല. അപ്പോൾ കോർലാൻഡ് എന്തോ കണ്ടിട്ട്, അയ്യോ ഇതെന്താണ് ഇങ്ങനെ? കോർലാൻഡ്, എന്തിനാ നീ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്? അത് ഹോർസ് അല്ലേ, ഇതിനു മുമ്പ് നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ? തുൾസ, ഞാൻ ആക്ട് ചെയ്തൊന്നുമല്ല, ഞാൻ അവിടെ മാർസിൽ കാരണം. അയ്യോ, എന്ത് മാർസ് എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ഇറക്കിവിടും. ഒന്നുമില്ല തുൾസ, വാ നമുക്ക് പോകാം. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരു ഹോട്ടലിൽ പോകുന്നു. അവിടെ ഒരു ടാബും പോകുന്നു. സാറയുടെ റിംഗ് കോർലാൻഡിന്റെ കയ്യിലുണ്ട്. അത് ഏത് റിംഗ് ആണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു. ഒറിജിനലുള്ള ഒരു ഇന്ത്യൻ ട്രിപ്സ് ആണ് അത് മേക്ക് ചെയ്തത്. സോ ഇവർക്ക് ഒറിജിനലിൽ പോകണം. ആ ഒരു ടൈമിൽ ഈ നെഥാനിയേലും കെൻഡ്രിയും
കോർലാൻഡിനെ എല്ലാ സ്ഥലത്തിലും സെർച്ച് ചെയ്യുന്നു. നെത്താനിൽ ഒരുപാട് വിഷമിക്കുന്നു. ഹെൻറിയെ നെത്താനിലോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ഒരുപാട് ഇങ്ങനെ വിഷമിക്കുന്നത്? കാരണം അവൻ മാർസിലുള്ളവനാണ്. ഗ്രാവിറ്റി ഒരുപാട് കുറവായിരിക്കും, ഇവിടെ ഒരുപാട് കൂടുതൽ. അതുകൊണ്ട് തന്നെ അവൻ്റെ ബോഡിക്ക് ഒത്തിരി നേരം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവൻ പെട്ടെന്ന് തന്നെ മരണപ്പെടും. അതിനു മുമ്പ് നമ്മൾ അവനെ എങ്ങനെയും കണ്ടുപിടിക്കണം. ഇതൊന്നും അറിയാതെ കോർലാൻ ഹാപ്പി ആയിട്ട് കാറിൽ പോകുന്നു. ആകാശത്തുള്ള വലിയ ഹോട്ട് എയർ ബലൂൺസ് ഒക്കെ കണ്ടിട്ട് എൻ്റെ അമ്മ ഇതൊക്കെ ഒത്തിരി വലുതാണ്, വലുത്. ഉത്സാ കോർലാൻ കാണിക്കുന്നൊക്കെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് വരും. അങ്ങനെ കോർലാൻ ബർഗർ കഴിച്ചിട്ട് പറയുക, വാ ഇത് സൂപ്പറാണ്, ഇതുപോലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു വയറ് നിറച്ചും കഴിക്കും. അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു പീസ് ലിപ്പിന്റെ സൈഡിൽ ഇരിക്കുന്നു. അതൊക്കെ തുൾസ തൂത്ത് വിടുന്നു. രണ്ടുപേരും അത്രയ്ക്ക് ഹാപ്പിയാണ്. രണ്ടുപേരും ഷോപ്പിംഗ് ഒക്കെ പോകുന്നു, പുതിയ പുതിയ ഡ്രസ്സൊക്കെ മേടിക്കുന്നു. അതൊക്കെ ഇട്ടുകൊണ്ട് ഹൊറിസോണിൽ പോകാൻ തുടങ്ങുന്നു. ഇവർ രണ്ടുപേരും പോകുന്ന എല്ലാ സ്ഥലവും കെൻട്രിയും നെത്താനിയലും ട്രാക്ക് ചെയ്യുന്നു. ഇപ്പോൾ കോർലാൻഡാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവൻ റോഡിനെ നോക്കുക എന്തോ ഇടയ്ക്കിടയ്ക്ക് തുൾസേനെ നോക്കും. കോർലാൻഡ് ഡ്രൈവ് ചെയ്യുമ്പോഴേ നിന്റെ രണ്ട് കണ്ണും റോഡിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാതെ എന്നെയല്ല. എന്നാലും കോർലാൻഡ് പിന്നെയും തുൾസേനെ നോക്കുന്നു. ഹേ, നിനക്ക് എന്താണ് പ്രശ്നം? ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെയാണല്ലോ നോക്കുന്നേ. വേറെ ഒന്നുമല്ല തുൾസ, നീ ഒരുപാട് മനോഹരിയാണ്. ആ റോഡിനെയാണ് കാണാൻ ശ്രമിക്കുന്നത്, ബട്ട് എൻ്റെ രണ്ട് കണ്ണുകളും അത് നിന്നെ തന്നെയാണ് നോക്കുന്നത്. നീ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബട്ട് നീ ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ തുൾസ എന്ന് പറഞ്ഞ് കോർലാൻഡ് റോഡിനെ തന്നെ നോക്കി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ്റെ കൈ കൊണ്ട് തുൾസയുടെ തുടയിൽ വെക്കുന്നു. തുൾസ കോർലാൻഡിനോട് എന്നാന്ന് ഞാൻ റോഡ് നോക്കിയാ ഡ്രൈവ് ചെയ്യുന്നത്, കൈ അറിയാതെ കൊണ്ടതാ. ആ കൈനെ എടുക്കണോ അതോ ഇനി അവിടെ തന്നെ വെച്ചാൽ മതി? കുഴപ്പമൊന്നുമില്ല, അവിടെ തന്നെ ഇരുന്നുണ്ട്, ബട്ട് വണ്ടി മാത്രം നേരെ ഓടിച്ചാൽ മതി. അങ്ങനെ രണ്ടുപേർക്കും തന്നെ ഒരുപാട് ഇഷ്ടം കൂടി വരുന്നു. നൈറ്റ് ടൈം ആകുന്നു. ഇവർ രണ്ടുപേരും കൂടി ബോൺഫയർ ഒക്കെ സെറ്റ് ആക്കുന്നു. കോർലാൻഡിന്റെ അടുത്ത് തുൾസ വന്നിട്ട് ഒരു മിനിറ്റ് കണ്ണടയ്ക്കെന്ന് പറഞ്ഞ് ഹഗ് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം യാഥാർത്ഥമായി സ്നേഹിക്കുന്നു. അടുത്ത ദിവസമാകുന്നു. എങ്ങനെയോ ആ ഒരു റിംഗ് ഉണ്ടാക്കിയ ആ ഒരു വ്യക്തി എടുത്ത് ഇവർ പോകുന്നു. കോർലാൻഡിന്റെ അമ്മ സാര ഇയാളുടെ കയ്യിരുന്നാണ് ആ ഒരു റിംഗ് മേടിച്ചത്. ആ റിംഗ് മേടിച്ച ബില്ലും ഇരിപ്പുണ്ട്. അതിനകത്ത് കോർലാൻഡിന്റെ അച്ഛന്റെ ആ ഒരു അഡ്രസ്സും. ഫൈനലി അവർ പോകാമെന്ന് ഓർക്കുമ്പോൾ കോർലാൻഡിന് തീരെ വയ്യ. അവന് മൂക്കിയിരുന്ന് ബ്ലഡ് ബ്ലീഡ് ആകുന്നു. അതൊന്നും കാര്യമാക്കുന്നില്ല. തുൾസ കോർലാൻഡിനെ വിളിച്ചുകൊണ്ട് അവിടെയുള്ള സിറ്റിയൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നു. പക്ഷെ കോർലാൻഡിന് തീരെ വയ്യ. അവൻ്റെ നോസിലിരുന്ന് ബ്ലഡ് ബ്ലീഡ് ആകുന്നു. അവൻ അവിടെ തന്നെ താഴെ വീഴുന്നു. തുൾസ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുവാണ്. അവിടെ കോർലാൻഡിനെ ടെസ്റ്റ് ചെയ്ത ഡോക്ടേഴ്സിന് ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ്റെ ഹാർട്ടൊക്കെ അത്രയ്ക്കും വലുതാണ്. ഇതൊക്കെ തുൾസയും കാണുന്നു. തുൾസയ്ക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് കോർലാൻ ഇത്ര ദിവസം നമ്മളോട് പറഞ്ഞതൊന്നും നുണയല്ല, സത്യമാണെന്ന്. അവൻ ശരിക്കും മാർസിലിരുന്ന് തന്നെയാണ് വന്നതെന്ന്. സോ അങ്ങനെ കോർലാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ബെഡിൽ അവൻ റെസ്റ്റ് എടുക്കുവാണ്. തുൾസ അവൻ്റെ അടുത്ത് ചെന്നിട്ട്, കോർലാൻ നീ വിഷമിക്കരുത്, നിനക്ക് ഞാനില്ലേ, ഞാൻ ചെന്ന് നിന്റെ അച്ഛനെ കൊണ്ടുവരാം, നീ ഇവിടെ റെസ്റ്റ് എടുക്കുക പ്ലീസ്. തുൾസ ഞാനും വരും, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ എത്ര ദൂരം വന്നത്. പക്ഷെ കോർലാൻ നിനക്ക് തീരെ വയ്യ, നീ ഇവിടെ റെസ്റ്റ് എടുക്കണം. അതൊന്നും സാരമില്ല, മരിക്കുന്ന മുമ്പ് എനിക്ക് എൻ്റെ അച്ഛനെ ഒരു തവണയിലും കാണണം. ശരിക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ ഒരുപാട് വിഷമിക്കുന്നു. ഇങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് പുറത്തു വന്നു ഒരു കാറ് കയറി പോകുന്നു. ഇതൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് കെൻട്രിയും നെത്താനിയലും പുറകെ തന്നെ വരുന്നു. എങ്ങനെയോ ആ ഒരു അഡ്രസ്സിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. കോർലാൻ അവിടെയുള്ള ആ ഒരു ബീച്ചിനൊക്കെ കണ്ടിട്ട് എങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ ഫൈനലി മീറ്റ് ചെയ്യാൻ പോകുന്നു ഓർത്ത് സന്തോഷിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് അവർ കയറി പോകുന്നു. കോർലാൻഡ് തീരെ വയ്യ, അവനെ സപ്പോർട്ട് ചെയ്യുന്ന തുൾസയാണ്. ആ വീട്ടിലൊരാളിരിക്കുന്നു. ഇയാളാണ് മരിച്ചുപോയ സാരയുടെ കൂടെ ഹാപ്പി ആയിട്ട് ബീച്ചിൽ കളിച്ചിരുന്നത്. ആ ഒരു ഫോട്ടോയിലും അടുത്ത് തുൾസ പറയുന്നു, ഇതാണ് കോർലാൻ, അതായത് സാരയുടെ മോൻ, അതായത് നിങ്ങളുടെ മോൻ. നിങ്ങളിത് എന്താണ് പറയുന്നത്? സാര എൻ്റെ സിസ്റ്ററാണ്. അയാൾ പറഞ്ഞു ശരിയാണ്, ഇയാൾ ശരിക്കും സാരയുടെ ബ്രദറാണ്. അതാണ് ഇവർ ബീച്ചിൽ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് കളിച്ചിരുന്നത്. അതൊക്കെ കണ്ടിട്ടാണ് ചിലപ്പം ഇയാൾ എൻ്റെ അച്ഛനായിരിക്കും ഓർത്ത് ഇയാൾ അന്വേഷിച്ച് കോർലാൻ വന്നത്. കോർലാൻഡിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത്രയ്ക്ക് വിഷമത്തോടെ അവിടെയുള്ള ആ കടലിൽ വീണ് സൂസൈഡ് ചെയ്യാൻ അവൻ ശ്രമിക്കുന്നു. തുൾസ അവനെ തടയാൻ ട്രൈ ചെയ്യുന്നു. പക്ഷെ കോർലാൻ അതൊന്നും കേൾക്കുന്നില്ല. കോർലാൻ പറയുക, തുൾസ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് നിന്നെ മാത്രമാണ്, പ്ലീസ് എന്നെ തടയരുതെന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിൽ വീഴുന്നു. കോർലാൻ പതിയെ വെള്ളത്തിൽ മുങ്ങി വീഴാൻ നേരത്ത് കറക്റ്റ് സമയത്ത് നെത്താനിയൽ അവിടെ വന്ന് അവനെ രക്ഷിക്കുന്നു. നെത്താനിയൽ കോർലാൻഡിനോട് കരഞ്ഞു പറഞ്ഞു, കോർലാൻ നീ എന്ത് കാര്യമാണ് ഈ കാണിച്ചത്? നിന്റെ അമ്മയും ഇതുപോലെ തന്നെയാണ് എന്നെ പകുതിയിൽ വെച്ച് വിട്ടിട്ട് പോയത്, ഇപ്പോൾ നീ എന്നെ വിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് കോർലാൻഡിനും ഒരു കാര്യം മനസ്സിലാവുന്നത്. കോർലാൻഡിന്റെ അച്ഛൻ വേറെ ആരുമല്ല, ഈ നെത്താനിയൽ തന്നെയാണ്. സാരയ്ക്കും ഈ നെത്താനിയലിനും ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് കാരണമാണ് കോർലാൻ ജനിച്ചത്. അപ്പോൾ നിങ്ങളാണോ എൻ്റെ അച്ഛൻ? ഞാനാണ് നിന്റെ അച്ഛൻ, നീയാണ് എൻ്റെ മോൻ എന്ന് നെത്താനിയലും പറയുന്നു. കോർലാൻഡിന് തീരെ വയ്യ. അത് കാരണം അവനൊരു എയർഷിപ്പിൽ കൊണ്ടുപോകാൻ തുടങ്ങുന്നു. അതിന്റെ കൂടെ തുൾസയും പോകുന്നു. കോർലാൻഡിന് എന്ത് ചെയ്താലും അവൻ നോർമൽ ആകുന്നില്ല. അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ, ഭൂമിയിൽ വിട്ട് തന്നെ മുകളിൽ ഔട്ടർ സ്പേസിൽ പോകണം. എന്നാൽ മാത്രമേ ഗ്രാവിറ്റി ലെവൽ കുറയത്തുള്ളൂ. കോർലാൻഡിന്റെ അച്ഛൻ നെത്താനിയൽ ആ ഒരു ഷിപ്പിനെ സ്പേസിന് കൊണ്ടുപോകുന്നു. ഒരുപാട് കഷ്ടിച്ചാണ് കൊണ്ടുപോകുന്നത്. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചാൽ പോലും ആ ഒരു എയർഷിപ്പ് ബ്ലാസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എങ്ങനെയാ ഒരു സ്പേസിൽ എത്തുന്നു? അവിടെ ഇപ്പോൾ എർത്ത് ഗ്രാവിറ്റി ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ
സീറോ ഗ്രാവിറ്റിയിലാണ് അവരുള്ളത്. തുൾസ കോർലാൻഡിനെ ഉണർത്താൻ ശ്രമിക്കുന്നു. അവൾ അവന്റെ കവളിൽ അടിക്കുന്നു. കോർലാൻഡും കണ്ണു തുറക്കുന്നു. സീറോ ഗ്രാവിറ്റി കാരണം അവരിപ്പോൾ പറക്കുന്നു. അതുപോലെ തന്നെ കോർലാൻഡിന്റെ ബോഡിയും ഇപ്പം നോർമൽ ആകുന്നു. കോർലാൻഡ് തുൾസനെ കണ്ടിട്ട്, ഹേയ് തുൾസ, നമ്മൾ മാർസിലാണോ? ഇല്ല. അപ്പോൾ എർത്തിലാണോ? ഇല്ല. എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് നീ എന്നെ അഴിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്? എനിക്ക് വേദനിച്ച് കേട്ടോ. തുൾസ അത് കേട്ടിട്ട് ചിരിക്കുന്നു. കോർലാൻ സന്തോഷമായിട്ട് ഇരുന്ന ആ ഒരു സമയത്ത്, ഐ എം സോറി കോർലാൻ, ഇനി തൊട്ട് നിനക്ക് എർത്തി ജീവിക്കാൻ പറ്റില്ല. നീ മാർസിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇല്ല തുൾസ, ഞാൻ പോവില്ല. എനിക്ക് നിന്നെ വിട്ട് പോകാൻ കഴിയില്ല. ഹേയ് കോർലാൻ, നിനക്ക് തന്നെ അറിയാലോ, നിനക്കിവിടെ എർത്തി ജീവിക്കാൻ പറ്റില്ല. നീ മാർസിൽ തന്നെ പോകുന്നതാണ് നല്ലത്. കോർലാൻഡിന് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. തുൾസ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഐ ലവ് യു. തുൾസയും പറയുന്നു, ഐ ലവ് യു കോർലാൻ, ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. സോ കോർലാൻഡിന് ഒരുപാട് പെട്ടെന്ന് തന്നെ മാർസിലോട്ട് പോകണം. അത് കാരണം ഭൂമിക്ക് റിട്ടേൺ വന്നിട്ട് സ്പേസ് ഷിപ്പിൽ പോകാമെന്ന് ട്രൈ ചെയ്യും. അവസാനമായിട്ട് കോർലാൻഡിന് ഗുഡ് ബൈ പറയാൻ വേണ്ടി അവിടെ തുൾസയും വരുന്നു. തുൾസ, ഞാൻ പോയിട്ട് വരാം. സന്തോഷമായിട്ട് ഇരിക്കുക. വേറെ ഒന്നിനും കുറിച്ച് ആലോചിക്കരുത്. ഞാൻ വേറെ ഒന്നിനും കുറിച്ച് ആലോചിക്കില്ല കോർലാൻ, നിന്നെ ഒഴിഞ്ഞ്. നീ എവിടെ ഇരുന്നാലും ശരി, എത്ര ദൂരത്തിരുന്നാലും ശരി, ഞാൻ നിന്നെ മാത്രമേ ഓർക്കുള്ളൂ സ്നേഹിക്കും. തുൾസ, ഞാനും ഒരേ പ്ലാനറ്റിൽ തന്നെ സ്നേഹിക്കുന്നവരുടെ പ്രണയം ഒന്നുചേരുന്നില്ല. ഞാൻ മറ്റൊരു പ്ലാനറ്റിൽ ഇരുന്നില്ല വന്നത്. എന്റെ പ്രണയം മാത്രം എങ്ങനെ ഒന്നുചേരും? ഇങ്ങനെ കോർലാൻഡ് പറയുമ്പോൾ അതൊക്കെ തുൾസ കേട്ടിട്ട് വല്ലാതെ കരയുന്നു. സോ അങ്ങനെ അവിടെ ഇരുന്ന് കോർലാൻ മാർസിനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കൂടെ കോർലാൻഡിന്റെ അച്ഛനും കൂടെ പോകുന്നു. അങ്ങനെ ഒരു 1 ഇയർ കഴിയുന്നു. കോർലാൻ ചാറ്റിംഗ്, വീഡിയോ കോളൊക്കെ തുൾസയുടെ കൂടെ കോണ്ടാക്റ്റിൽ തന്നെയാണ് ഉള്ളത്. രണ്ടുപേരും പഴയതുപോലെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ തുൾസനെ കാണാൻ വേണ്ടി തന്നെ കെൻട്രിയ വരുന്നു. കെൻട്രിയയ്ക്ക് പിള്ളേരെന്ന് പറയാൻ ആരും തന്നെ ഇല്ല. അതുപോലെ തന്നെയാണ് തുൾസയ്ക്കും അച്ഛനമ്മ എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. എന്റെ കൂടെ വരുന്നു അവരെന്ന് ചോദിക്കുമ്പോൾ തുൾസയും വരാമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോകുന്നു. കെൻട്രിയ തുൾസനെ സ്വന്തം മോളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവൾക്ക് ആസ്ട്രോനോട്ട് ട്രെയിനിങ് ഒക്കെ. ഇനി ഒരു ചില മാസത്തിനുള്ളിൽ അവൾ ഫുൾ ട്രെയിനഡ് ആയിരിക്കും. അവൾക്ക് മാർസിലും പോകാൻ പറ്റും. ആ ഒരു സമയത്തിൽ മാർസിൽ കോർലാൻ അവന്റെ അച്ഛന്റെ കൂടെ ഇരിക്കുന്നു. എന്നേലും തുൾസ എന്നെ കാണാൻ വേണ്ടി വരുമെന്ന് ഓർത്ത് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ഒരു സീനിൽ വെച്ച് തന്നെ ദ സ്പേസ് ബിറ്റ്വീൻ അസ് എന്നൊരു ഈ ഒരു മൂവി അവസാനിക്കുന്നു. അവസാനം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കുവാണെങ്കിൽ ഉറപ്പായും രണ്ടുപേരും ചേരാൻ തന്നെയാണ് വഴി. സോ ഒരുപാട് സന്തോഷത്തോടെ തന്നെ അവർ ജീവിക്കും. സോ ഗായ്സ്, ഇതാണ് ഈ മൂവിയുടെ ഫുൾ സ്റ്റോറി. മൂവി നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക.